എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുപരിപാടിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ അപേക്ഷ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥിയോട് കമൻറ്റ് ചോദിച്ചിരുന്നു, ആ ഒരു വിദ്യാർത്ഥി ആയാലും നമ്മൾ പരിഗണിക്കും. ആർക്കൊക്കെയാണ് അപേക്ഷിക്കുക? ആ വിദ്യാർത്ഥി ചോദിച്ചത് അങ്ങനെയല്ല, എങ്ങനെ അപേക്ഷിക്കുക, ഈ സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണ് അപേക്ഷ നൽകുന്നതെന്നൊരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് വന്നതിന് എഡ്യൂക്കേഷൻ സംബന്ധമായ അറിയിപ്പുകൾക്കും അഡ്മിഷൻ റിസൾട്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ടൈം ടേബിൾ ആൻസർ കീ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ, ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിരെ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വിദ്യാർത്ഥികൾ അങ്ങനെ എടുത്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നമുക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ നാളെ മുതൽ ആരംഭിക്കുമെന്ന് HS ക്യാപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സ്പോട്ട് അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് സംശയമാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൊടുക്കുന്നത്, നമ്മുടെ ചാനൽ 15,000 സബ്സ്ക്രൈബ് എന്ന കൗണ്ട് ഡൗൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 15,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. നന്ദി രേഖപ്പെടുന്നു. 15,000 ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 16,000 തീർച്ചയായും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. അപ്പോൾ 15,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഒന്നും കൂടി നന്ദി പറയുന്നു. ഈ വീഡിയോ കുറച്ച് ദൈർഘ്യം വരും, കാരണം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. മനസ്സിലായല്ലോ? മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും ഫസ്റ്റ്, സെക്കൻഡ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത പോയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, പിന്നെ കമ്മ്യൂണിറ്റി കോട്ട, ഈ മെറിറ്റ് കോട്ട ഒഴികെ മറ്റേതെങ്കിലും കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനായി അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി പേഴ്സണലായിട്ട് കമൻറ്റ് ഇട്ട് ചോദിച്ചിരുന്നു, മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഞാനത് മുഴുവൻ വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു. സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട. സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അൺഎയ്ഡഡ് കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒന്നുകൂടെ പറയാം. സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, ഈ 4 കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. എന്തായാലും ഇതുവരെ അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്തായാലും അപേക്ഷിക്കാൻ സാധിക്കും. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും മറ്റേതെങ്കിലും കോട്ടകളായ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എന്തായാലും അപേക്ഷിക്കാം. ഇനി എന്താണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതും സർക്കുലർ വന്നാലേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നാളെ ഉച്ചയ്ക്ക് 2 മണി മുതലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഒരു ഗുണമുണ്ടായിരുന്നു. എന്താ, ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായി നൽകാമായിരുന്നു. കാരണം നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളാണ്, നിങ്ങൾക്കത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് പറയുന്നില്ല, അതങ്ങ് ക്ലോസ് ചെയ്തേക്കും. അതിന് നിങ്ങൾ ആദ്യം HS ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറുക. hscap.kerala.gov.in എന്ന, അല്ലെങ്കിൽ അത്രയൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ
HFCAP എന്ന 5 അക്ഷരം നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന ലിങ്ക് അവിടെ കാണും. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജില്ല ചോദിക്കും, ഡിസ്ട്രിക്റ്റ് ജില്ല ചോദിക്കും. ഇപ്പോൾ എൻ്റെ ജില്ല കാസർഗോഡാകുമ്പോൾ ഞാൻ കാസർഗോഡ് ജില്ല കാസർഗോഡ് നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള മുഴുവൻ സ്കൂളുകളും സ്കൂൾ നമ്പർ ഇവിടെ വേക്കൻസി 5, 10, 20, അവിടെ 10 എന്നിങ്ങനെ പറഞ്ഞ് സ്കൂളിൻ്റെ പേരും വേക്കൻസീസും എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്ക് പുതിയ വേക്കൻസി ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൻ്റെ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാം. വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും ട്രാൻസ്ഫറിനായി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ വഴി അല്ല. നിങ്ങൾ കോളേജിൻ്റെ സ്കൂളുകളിൽ ചെന്നിട്ട് വേണം അപേക്ഷ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ലയിലെ തായന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് കൊടുക്കണമെങ്കിൽ ആ വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസിന് വേണ്ടി അവിടെ ചെന്ന് എഴുതി കൊടുക്കണം. അതേസമയം കോടോത്ത് പോകണമെങ്കിൽ അവിടെ, അട്ടേങ്ങാനം പോകണമെങ്കിൽ അവിടെ, എന്നിങ്ങനെ ഏതൊക്കെ സ്കൂളുകളിലോ ഏതൊക്കെ കോഴ്സുകളിലേക്കോ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതെവിടെയാണ് ഉള്ളതെന്ന് നോക്കി നേരിട്ട് നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് വേണം അപേക്ഷ നൽകാൻ. അങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷനായി അപേക്ഷ കൊടുക്കേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നിങ്ങളുടെ പ്രൊഫൈലിൽ ഇല്ലാത്ത ഓപ്ഷനാണ് എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കൂട്ടിച്ചേർക്കാത്ത ഓപ്ഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ നൽകാത്ത ഓപ്ഷനുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? അപേക്ഷ കൊടുത്താൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഓപ്ഷനും കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. സൈറ്റിൽ കൂട്ടിച്ചേർക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഇനി അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ മിക്കവാറും 2 days ആയിരിക്കും, മാക്സിമം 2 or 3 days ആയിരിക്കും സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? 2 days or 3 days ആയിരിക്കും സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? 2 days അപേക്ഷ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് 1-2 ദിവസത്തിനകം തന്നെ എന്ത് ചെയ്യും? ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞില്ല, HFCAPൻ്റെ സൈറ്റിൽ കയറുക. അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന SWS എന്ന ലിങ്ക് കാണും. ഇപ്പോൾ ലിങ്ക് ഉണ്ട്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലിങ്ക് ആണെന്ന് നോക്കണ്ട. നിങ്ങൾക്കുള്ള ലിങ്ക് വരുമ്പോൾ, നിങ്ങൾക്കുള്ള കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ലിങ്ക് വരുമ്പോൾ അത് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയാൽ മതി. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഡിസ്ട്രിക്റ്റ്, ജില്ല നൽകി ലോഗിൻ എന്ന ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വ്യൂ യുവർ ലാസ്റ്റ് റാങ്ക് എന്ന ലിങ്കും വ്യൂ ദ റാങ്ക് ലിസ്റ്റും കാണും. അതിൽ യുവർ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് മാത്രമേ കാണുള്ളൂ. വ്യൂ റാങ്ക് ലിസ്റ്റ്, സ്കൂൾ റാങ്ക് ലിസ്റ്റ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊടുത്ത സ്കൂളുകളിലേക്ക് അവിടെ അവസാനം അവിടെ സ്പോട്ട് അഡ്മിഷനായി അപേക്ഷ വന്നിട്ടുണ്ടാവുമല്ലോ. അപേക്ഷ വന്നതിൽ നിങ്ങൾക്ക് എത്ര സ്ഥാനമുണ്ടോ, അതായത് ഉദാഹരണത്തിന് ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ 10 അപേക്ഷകൾ വന്നു. അപ്പോൾ ആ 10ൽ എത്രാം സ്ഥാനമാണ് നിങ്ങൾക്ക് എത്രാമത്തെ റാങ്കാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ സമർപ്പിക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നതെന്ന് കൂടെ പറയാം. ഇപ്പോൾ ഒരു 10 വേക്കൻസി ഉള്ളിടത്ത് ഒരു 50 അപേക്ഷ വന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെന്ത് ചെയ്യും? ഈ 50 പേര് അപേക്ഷകളിൽ ഏറ്റവും അനുയോജ്യമായത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സ്പെഷ്യൽ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ NSS, NCC, ലിറ്റിൽ ഗൈഡ്സ് എന്നിവയെല്ലാം നോക്കിയിട്ട് അനുയോജ്യമായ 10 പേരെ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും? 10 പേർക്ക് സീറ്റ് കൊടുക്കും. പക്ഷെ എന്നാലും 40 അപേക്ഷകൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.